ഇപ്പോൾ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ 24-നൊപ്പം ചേരുന്നുണ്ട്. AV ജയശങ്കറിനൊപ്പമാണ്, ഞങ്ങളുടെ പ്രതിനിധി AV ജയശങ്കറിനൊപ്പമാണ് അദ്ദേഹം ചേരുന്നത്. ജയശങ്കർ, ബജറ്റിന് ശേഷമുള്ള CPIM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം എങ്ങനെ? ജയശങ്കർ. രജിത്ത്, നമ്മൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ബജറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചോദിക്കുന്നത്. പക്ഷേ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ബജറ്റിന്റെ വിഷയത്തിൽ സംസ്ഥാനത്തിന് ഒരു തരത്തിലുള്ള സാമ്പത്തിക പുരോഗതി ഉണ്ടാവില്ല, സംസ്ഥാനത്തെ പിന്നോട്ടടുപ്പിക്കുന്ന ഒരു ബജറ്റ് എന്നാണ് പറയുന്നത്. അങ്ങ് എങ്ങനെയാണ് ഈ ഒരു ബജറ്റിനെ കാണുന്നത്? കേരളം ഇന്നത്തെ പ്രതികൂലമായ സാമ്പത്തിക പരിസ്ഥിതിയിൽ എങ്ങനെ വളർച്ചയുടെ പടവുകൾ ഓരോന്നായി കയറി കേരളത്തെ ലോകത്തിൻ്റെ തന്നെ മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കരുത്താക്കി മാറ്റാം എന്നതിന് കൃത്യമായിട്ടുള്ള ഉത്തരം നൽകുന്ന ഒരു ബഡ്ജറ്റാണ് ഇന്ന് അവതരിപ്പിച്ചത്. ബഡ്ജറ്റ് ചർച്ച നടക്കാൻ പോവുകയാണ്. സർവതല സ്പർശിയായ മേഖലകളിലും കൃത്യതയോടുകൂടി ഇന്നത്തെ പരിസ്ഥിതിയുടെ പ്രാധാന്യം, പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന സാമ്പത്തിക പ്രതിരോധത്തിൻ്റെ പ്രശ്നം ഉൾപ്പെടെ ഊന്നിക്കാണിച്ച് കൃത്യതയോടുകൂടി കാര്യങ്ങൾ അവതരിപ്പിച്ചു പോയതാണ്. എല്ലാ മേഖലയിലും വലിയ കുതിപ്പാണ്. ഈ പ്രതികൂല സാമ്പത്തിക പ്രതിസന്ധിയിലും പ്രതികൂലമായിട്ട് നിൽക്കുന്ന ഈ സാഹചര്യത്തിലും കേരളത്തെ മുന്നോട്ടേക്ക് നയിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു ബഡ്ജറ്റാണ് ഇന്ന് അവതരിപ്പിച്ചിട്ടുള്ളത്. പ്രതിപക്ഷം പറയുന്നത് പ്രവാസികൾക്കുൾപ്പെടെ കാർഷിക മേഖല ഉൾപ്പെടെ പരിഗണന ലഭിച്ചില്ല, മൊത്തത്തിൽ പൊള്ളയായിട്ടുള്ള ഒരു ബജറ്റാണെന്നാണ് പ്രതിപക്ഷ ആരോപണം. കാർഷിക മേഖലയിലും അതുപോലെ തന്നെ പ്രവാസി മേഖലയിലും ഉൾപ്പെടെ എല്ലാ തലങ്ങളിലുമുള്ള ജനങ്ങളെ മുഴുവൻ കൃത്യതയോടുകൂടി വികസന പാതയിലേക്ക് നയിക്കാൻ ഉതകുന്ന ഒരു ബഡ്ജറ്റ് സമീപനമാണ് ഗവൺമെന്റ്, പ്രത്യേകിച്ച് ധനകാര്യ വകുപ്പ് മന്ത്രി കൈകാര്യം ചെയ്തത്. ക്ഷേമ പെൻഷൻ്റെ ഉൾപ്പെടെ ഉള്ള കാര്യത്തിലും വിമർശനമുണ്ട്. കാരണം അത് വർധനവോ മറ്റു കാര്യങ്ങളോ ഉണ്ടായില്ല എന്നുള്ള തരത്തിലൊക്കെ. 24 മാസം വരെ കുടിശ്ശിക വരുത്തിപ്പോയവരാണ് വിമർശിക്കുന്നവർ. അന്നേരം 600 രൂപയായിരുന്നു അവർ കൊടുത്തുകൊണ്ടിരുന്ന പെൻഷൻ. ഇപ്പോൾ 1600 1600 വർദ്ധിപ്പിക്കണം തന്നെയാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. പക്ഷേ ഈ ഒരു സാമ്പത്തിക പരിസ്ഥിതിയിൽ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കാനാവാത്തത്. ആ കാര്യം പ്രതിപക്ഷം പറയുന്നില്ലല്ലോ. പ്രതിപക്ഷത്തിന് കേരളത്തിലെ ജനങ്ങൾക്ക് എങ്ങനെ കിട്ടാതിരിക്കും എന്നുള്ള കാര്യമാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം പരമാവധി ഈ പരിമിതിക്കകത്തു നിന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അത് മുഴുവൻ ചെയ്യുക, കൃത്യമായിട്ട് മാസാമാസം പെൻഷൻ കിട്ടത്തക്ക രീതിയിലുള്ള നിലപാട് സ്വീകരിക്കുമെന്ന് തന്നെയാണ് ബഡ്ജറ്റിൽ വ്യക്തമാക്കിയത്. ഇന്ന് ബജറ്റിൽ കേന്ദ്രത്തിനെതിരെ രൂക്ഷമായൊരു വിമർശനമാണ് ധനമന്ത്രി ഉന്നയിച്ചത്. ഡൽഹിയിൽ സമരം നടത്താൻ പോവുകയാണ്. പക്ഷേ പ്രതിപക്ഷം ഇപ്പോഴും തങ്ങൾ ഒറ്റയ്ക്ക് ഈ പാർലമെന്റ് നടക്കുന്ന സമയത്ത് സമരം നടത്തുമെന്നാണ് അവർ പറഞ്ഞിരുന്നത്. പക്ഷേ ഇതുവരെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് അത്ര കേന്ദ്രവിരുദ്ധ സമരമൊന്നും കണ്ടില്ല. പക്ഷേ സർക്കാർ തന്നെ നടത്തുന്ന ഒരു സമരത്തിന്റെ ഭാഗമാവാനും പ്രതിപക്ഷം തയ്യാറാവുന്നില്ല. ഒരു ഇരട്ടത്താപ്പുണ്ട്. അവർ കേന്ദ്രത്തോടൊപ്പം നിന്ന് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിക്കെതിരായിട്ട് സമരം ചെയ്യുന്നവരാണ്. കോൺഗ്രസും BJPയും തമ്മിൽ ഇവിടെ യാതൊരു വ്യത്യാസമില്ല. കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുവായിട്ട് CPMനെയും BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുവായിട്ട് CPMനെയും പൊതുശത്രു CPM ആയിട്ട് പ്രഖ്യാപിച്ച് ഗവൺമെന്റിനെതിരായിട്ടും പാർട്ടിക്കെതിരായിട്ടും നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് UDFും BJPയും, പ്രത്യേകിച്ച് കോൺഗ്രസും BJPയും. ഇതാണ് നിലപാട്. കോൺഗ്രസ് തന്നെ ഭരിക്കുന്ന കർണാടക ഉൾപ്പെടെയുള്ള സർക്കാരുകൾ ഇത്തരത്തിൽ സമരങ്ങൾ ആലോചിക്കുന്നു. പക്ഷേ കേരളത്തിലെ കോൺഗ്രസിന് അത്തരം ഒരു ചിന്ത വരുന്നില്ല എന്ന് തോന്നുന്നു. കോൺഗ്രസുകാർക്കും സമരം ചെയ്യേണ്ടി വരുന്ന അവസ്ഥ വന്നിരിക്കുകയാണ്. ഞങ്ങൾക്ക് മാത്രം ബാധകമായിട്ടതല്ല. ഇന്ത്യയിലെ BJP ഇതര ഗവൺമെന്റുകളെല്ലാം അതിശക്തിയായിട്ട് സമരത്തിലേക്ക് പോകുന്ന ഒരു കാര്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് തുടക്കം കുറിക്കാൻ കേരളത്തിനായി എന്നുള്ളതിലാണ് ഞങ്ങൾക്ക് അഭിമാനം. അവരോടെല്ലാം ഞങ്ങൾക്ക് പറയാനുള്ളത്, കേന്ദ്രത്തിന്റെ ഈ തെറ്റായ നിലപാടിനെതിരായി ജനങ്ങളെ അണിനിരത്തി മുമ്പോട്ടേക്ക് പോകാൻ ഇനിയും സാധ്യതയും സമയവും അതുപോലെ തന്നെ അവസരങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ ഉപയോഗിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഉപയോഗിക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കേരളത്തിലെ കോൺഗ്രസ് എടുക്കുന്ന നിലപാട് BJP അനുകൂലമായ നിലപാടാണ്. റീജിത്ത്, ബജറ്റുമായി ബന്ധപ്പെട്ട് മികച്ച കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഉൾപ്പെടെ മുമ്പോട്ട് നയിക്കുന്ന ഒരു മികച്ച ബജറ്റാണ് ഇപ്രാവശ്യം ഉണ്ടായതെന്നാണ് ഗോവിന്ദൻ മാഷ് പറയുന്നത്. ഒപ്പം തന്നെ പ്രതിപക്ഷ വിമർശനത്തെ അദ്ദേഹം തള്ളുന്നുണ്ട്. എപ്പോഴും സംസ്ഥാനത്തിന്റെ ഇത്തരത്തിലുള്ള രീതികളെ വിമർശിക്കുക മാത്രമാണ് പ്രതിപക്ഷം ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ഒപ്പം തന്നെ കേന്ദ്ര സമരത്തിൽ പങ്കെടുക്കാത്ത UDFനെതിരെയും വലിയ വിമർശനമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. റീജിത്ത്.